City Gold, Gold and Diamonds, Kerala and Karnataka. നൂറു നൂറു പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറു പൂക്കളെ നൂറു നൂറു പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറു പൂക്കളെ നൂറു നൂറു പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറു പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറു പൂക്കളെ നൂറു നൂറു പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറു പൂക്കളെ നൂറു നൂറു പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നമ്മൾ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് കാണും, പ്രധാനപ്പെട്ട ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് കാണും. നമ്മൾ വാതിലിന്റെ അവിടെ ഡെസ്കിൽ ഇരിക്കും അല്ലെ, ഒറ്റ വാതിലേ ഉണ്ടാവും കേട്ടോ. ആ വാതിലിൽ കൂടെ ശമ്പളം എടുത്തിട്ട് പുറത്തിറങ്ങാൻ കഴിയും. അവിടെ ഡെസ്കിൽ ഇരിക്കും. ആ ഡെസ്കിൽ ഇരുന്നിട്ടോ വരുമ്പോ പറയും 300 രൂപ അല്ലെങ്കിൽ 200 രൂപ അല്ലെങ്കിൽ 100 രൂപ. നമ്മുടെ യൂണിറ്റിന് എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ അതൊക്കെ ചേർത്താ പറയുന്നത്. ഈ തൊഴിലാളി വരും, എന്നിട്ട് പറയും എന്തിനാ കാശ് ചോദിക്കുന്നത് നിങ്ങൾ ഇല്ലേ? നമ്മളോട് ചോദിക്കുന്നത് അനുഭവിച്ചിട്ടവർക്കറിയാം. എന്തിനാ നിങ്ങൾക്ക് ആസ്വദിക്കുന്നത്? എന്റെ കഴിഞ്ഞ മാസം ആക്സിഡന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ക്ലോസ് ചെയ്ത് തന്നോ? അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ള കാര്യം. എനിക്കൊരു ചാർജ് ഷീറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ മറുപടി എഴുതി തന്നോ? എനിക്കൊരു വിഷയം ഉണ്ടായിരുന്നത് ഇടപെടലാണ് സംഘടനാപരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എത്തും. ആ എത്തത്തക്ക വിധത്തിലുള്ള ഇടപെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ വന്ന വിമർശനങ്ങൾ. നമ്മൾ ആ വിമർശനങ്ങളെ ഗുണകരമാക്കി മാറ്റുന്നതിന് ആവശ്യമായ നിലപാടുകളിലേക്കാണ് പോയത്. തിരുത്തണം, തിരുത്തേണ്ടത് തിരുത്തിക്കൊടുത്തിട്ട് പോകണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മൾ കാലഘട്ടത്തിന്റെ കടമ നിർവഹിക്കുന്നതിന് വേണ്ടി കൃത്യമായ സമരങ്ങളാണ് ഏറ്റെടുത്തു പോകുന്നത്. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ പെൻഷൻ വിഷയത്തെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായി. പെൻഷൻ കൃത്യമായി കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി. നമ്മൾ പെൻഷനെ കുറിച്ച് പറയുമ്പോഴും സംഘടനാപരമായി ഇടപെടൽ അറിയിക്കേണ്ട ബാധ്യത നമുക്കില്ലേ നമ്മുടെ വീട്ടുകാരെ? ആ തരത്തിലേക്ക് എല്ലാ തൊഴിലാളികളുടെയും വീടുകളിലേക്ക് ട്രാൻസ്പോർട്ട് എംപ്ലോയി എത്തത്തക്ക വിധത്തിലേക്ക് നമുക്ക് മാറ്റേണ്ടതെന്ന് തീരുമാനമാക്കിയപ്പോ എല്ലാ മാസവും കൃത്യമായി ട്രാൻസ്പോർട്ട് എംപ്ലോയി ഇറങ്ങുന്നുണ്ട്. അതിലേക്ക് എത്തേണ്ടതുണ്ട്. പിന്നെയോ അടുത്ത വന്ന വിമർശനം വളരെ ക്രിയാത്മകമായ വിമർശനമായിരുന്നു. നവമാധ്യമ രംഗത്തെ സംഘടനയുടെ ഇടപെടൽ വളരെ ശുഷ്കമായി പോകുന്നു, അഥവാ നമ്മുടെ മീഡിയ കമ്മിറ്റി കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന വിമർശനമാണ് വന്നത്. ആ വിമർശനം കലമ്പുള്ളതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തിയത്. തിരുത്തേണ്ടതല്ലേ? തിരുത്തേണ്ടതാണ്. നമുക്ക് ഉണ്ടായിട്ടുള്ള വിമർശനത്തെ തിരുത്തേണ്ടതാണ്. തിരുത്താൻ ചില മാർഗങ്ങൾ സ്വീകരിച്ച് മീഡിയ സെൽ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്തേക്ക് നമ്മൾ വന്നു. പൂർണ്ണ അളവിലേക്ക് അത് എത്തിയിട്ടില്ല എന്നൊരു വിമർശനം ഇപ്പോഴത്തേക്ക്. പക്ഷേ സംസ്ഥാന കൺവെൻഷനിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മീഡിയ സെൽ ദൗർഭാഗ്യവശാൽ പല സ്ഥലങ്ങളിലും നടപ്പിലാക്കാൻ കഴിയാതെ പോയി. ട്രാൻസ്പോർട്ട് എംപ്ലോയി കൃത്യമായി എത്തി തുടങ്ങി. ആ സ്ക്വാഡ് കമ്മിറ്റി രൂപീകരിച്ച് എല്ലാ തൊഴിലാളികളിലേക്കും ഈ ട്രാൻസ്പോർട്ട് എംപ്ലോയി എത്തത്തക്ക വിധത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിക്കണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഭവന സന്ദർശനവുമായി പോകുമ്പോൾ അതിന്റെ എഫക്ട് കാണുന്നുണ്ട്. എന്നാൽ ട്രാൻസ്പോർട്ട് എംപ്ലോയി വീടുകളിലേക്ക് എത്തുന്നുണ്ട്. വീടുകളിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് കൃത്യമായി നമ്മൾ പറയും KSRTC വിഷയങ്ങൾ എന്താണ്,
നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നേരിട്ട സമരം എന്താണ്? ജനറൽ സെക്രട്ടറിയുടെ കത്ത് വായിക്കുമ്പോൾ ആ കഴിഞ്ഞ ഒരു മാസത്തെ KSRTC നമ്മുടെ ഇടപെടലുകളെ കുറിച്ച്, KSRTC ചരിത്രത്തെ കുറിച്ച്, KSRTC എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കൃത്യമായ ഒരു വിവരം കിട്ടും. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തീരുമാനം പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും? ആ കാശ് നമുക്ക് പോകും. അത് തൊഴിലാളിയുമായി നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം, ഒരു സാഹചര്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. ഈ സാഹചര്യം 2013 മാറി. എന്താ മാറിയത്? ശമ്പളം വരുന്നത് ബാങ്കിലൂടെയാണ്. ബാങ്കിലൂടെ ശമ്പളം വരുമ്പോഴോ മാസവരിയും ക്ഷമതയൊക്കെ നമ്മൾ വായുവിൽ നിന്ന് പിടിച്ച് അക്കൗണ്ടിൽ വന്നേക്കാൻ നമ്മൾ അപ്പം പിടിച്ചിട്ടോ വായുവിലൂടെ നമുക്ക് കിട്ടും, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. തൊഴിലാളികളെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകില്ല. സംഘടന തീരുമാനമെടുത്തു. ആ 2013 തീരുമാനമെടുത്തത് സ്ക്വാഡ് കമ്മിറ്റികൾ രൂപീകരിക്കണം. സ്ക്വാഡ് കമ്മിറ്റികൾ രൂപീകരിച്ച് കുറച്ച് തൊഴിലാളികൾ, 10-12 തൊഴിലാളികൾക്ക് ഒരു സ്ക്വാഡ് കൺവീനർ, യൂണിറ്റ് കമ്മിറ്റി എണ്ണം വരത്തക്ക വിധത്തിൽ സ്ക്വാഡ് കൺവീനർമാരെ കൊണ്ട് ഈ എംപ്ലോയി അവരുടെ കൈകളിലേക്ക് എത്തിക്കണം. എന്തിനാണ് തീരുമാനിച്ചത്? ഈ തൊഴിലാളിയുമായി നേരിട്ട് സംവാദത്തിലേക്ക് ഏർപ്പെടുത്താൻ. 2023 ഉണ്ടായ വിമർശനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ സാധാരണ തൊഴിലാളികളുടെ ഇടയിലേക്ക് സംഘടനാ പ്രവർത്തനം എത്തുന്നില്ല എന്ന് പറഞ്ഞ വിമർശനത്തെ 14 ഡിസംബർ മാസം 1-ാം തീയതി മുതൽ 22-ാം തീയതി വരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മൾ അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹം നടത്തി. രാപ്പകൽ സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്നാണ്. ആ വിഷയം എന്ന് പറയുന്നത് പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക എന്നൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. നമ്മൾ ആ മുദ്രാവാക്യത്തിന്റെ പുറകെ നിന്നുകൊണ്ട് സമരരംഗത്തേക്ക് വന്നു. 22-ാം തീയതി ഡിസംബർ മാസം 17-ാം തീയതി ഇതിനകത്ത് ഒരു പെൻഷനർ കൂടി ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മൃതശരീരം നമ്മൾ ആ സെക്രട്ടേറിയറ്റ് സമരപന്തലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഒരു പ്രശ്നമോടെ ഉണ്ടാക്കി. അതിന്റെ ഭാഗമായി സർക്കാർ ഇടപെടലുണ്ടായി. അത് ഭരിക്കുന്നത് UDF ആണ്. ഒരു ഇടപെടലുണ്ടായി. അത് 42 കോടി രൂപയാണ് പെൻഷൻ കൊടുക്കാൻ വേണ്ടത്. ആ 42 കോടി രൂപയിൽ പകുതി, പരമാവധി 20 കോടി രൂപ സർക്കാർ തരാം എന്നൊരു തീരുമാനം ഉണ്ടാക്കിയത്. എങ്ങനെ ഈ പെൻഷൻ വിഷയത്തിലേക്ക് പോയത്? അതുകൊണ്ട് പറയണം, 1984 പെൻഷൻ പ്രഖ്യാപിക്കുമ്പോൾ KSRTC നമ്മുടെ സംഘടന കൃത്യമായില്ലായിരുന്നെങ്കിൽ ഭാവിയിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. ഭാവിയിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അത് എത്തിച്ചേർന്ന് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തി. 2014 ആകുമ്പോൾ 5.5 മാസത്തെ പെൻഷൻ കുടിശ്ശികയായി. 5.5 മാസത്തെ പെൻഷൻ, അരമാസത്തെ പെൻഷൻ തുക വന്നതെന്ന് ചോദിച്ചാൽ പൈസ ഉള്ളതുപോലെ കൊടുത്തു എന്നതിന്റെ ഭാഗമായി 5.5 മാസത്തെ പെൻഷൻ കുടിശ്ശിക. അങ്ങനെയാണ് നമ്മൾ സമരരംഗത്തേക്ക് വന്നത്. ആ സമരരംഗത്തിന്റെ ഭാഗമായി പകുതി കൊടുക്കാം, പരമാവധി 20 കോടി രൂപ സർക്കാർ കൊടുക്കാൻ തീരുമാനമെത്തി. ആ തീരുമാനത്തിലേക്ക് വന്ന് 2016 കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ ആ സർക്കാരിന് മുമ്പിൽ ആദ്യമായി വെച്ച അജണ്ടയിലായിരുന്നു പെൻഷൻ സർക്കാർ ഏറ്റെടുക്കണം. ഈ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ KSRTC എന്ന് പറയുന്ന ഈ പൊതുമേഖലാ സ്ഥാപനത്തെ ഞങ്ങൾ തള്ളിയൂത്തി കൊണ്ടുപോകാം. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. പെൻഷൻ കൊടുക്കുക ഏറ്റെടുക്കുകയാണെങ്കിൽ സർക്കാർ തീരുമാനമെടുത്തു. അന്ന് നിയമസഭയിൽ ഒരു ചോദ്യം വന്നു. 5.5 UDF-ന്റെ MLA-യുടെ വകയാണ് ചോദ്യം. KSRTC-യുടെ പെൻഷൻ കുടിശ്ശികയാണ്, സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? പെൻഷൻ കുടിശ്ശിക ഒന്ന് കൊടുത്തു തീർക്കുമെന്നാണ് ചോദിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ആ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുക എന്നുള്ളതല്ല, പെൻഷന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നത്. പരിഹാരം ഉണ്ടായി. ആ പരിഹാരം എന്ന് പറയുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് പെൻഷൻ കൃത്യമായി കൊടുക്കത്തക്കത്. ഇപ്പൊ 1 വർഷത്തേക്കുള്ള MOU ഒപ്പിട്ട് കഴിഞ്ഞു. 1 വർഷത്തേക്കുള്ള കരാർ ഒപ്പിട്ടു. 1 വർഷം കൊടുക്കാൻ ആവശ്യമായ തുക സർക്കാർ കൊടുക്കും. സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തികമായി പ്രയാസമുണ്ട്. അതുകൊണ്ടോ സർക്കാരിന്റെ കയ്യിലേക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ പലിശയിൽ ചേർന്ന് സഹകരണ സ്ഥാപനങ്ങൾ കൊടുക്കും. സഹകരണ സ്ഥാപനങ്ങൾ കൃത്യമായി പെൻഷൻ കൊടുത്തുകൊള്ളണം. പെൻഷനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ 2014 ആ സമരം ഏറ്റെടുക്കുമ്പോൾ ചിലരൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് സമരം? നിങ്ങൾ KSRTC-യിലെ നിലവിലുള്ള തൊഴിലാളികളുടെ സംഘടനയല്ലേ? പെൻഷൻകാർ എന്ന് പറയുന്നതിനകത്തൊന്ന് പിരിഞ്ഞു പോയവരല്ലേ? എന്തിനാ പിരിഞ്ഞു പോയവരുടെ സമരം നിങ്ങൾ ഏറ്റെടുത്ത് നമ്മളോട് ചോദിച്ചതാണ്. നമ്മൾ അന്ന് പറഞ്ഞു, പെൻഷൻ എന്ന് പറയുന്നത് മാറ്റിവെക്കപ്പെട്ട ശമ്പളമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് പെൻഷനാണ് മുടങ്ങുന്നത് എങ്കിൽ ഈ തരത്തിൽ ആലോചനയില്ലാതെ മുന്നോട്ട് പോയാൽ താമസിയാതെ ഭാവിയിൽ ശമ്പളം മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തും. അന്ന് നമ്മൾ പറഞ്ഞു ദീർഘവീക്ഷണത്തോടെ 2014 ശമ്പളം മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തും. 2017 ആകുമ്പോൾ സ്ഥിതിയിലേക്ക് എത്തി. ശമ്പളം കൃത്യമാകാൻ കഴിയാത്ത വിധത്തിലേക്ക് സ്ഥാപനം എത്തിച്ചേർന്നു. പെൻഷന്റെ ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് പെൻഷൻ വിഷയം അവസാനിപ്പിക്കാം. പെൻഷൻ നമ്മുടെ പങ്കാളിത്ത പെൻഷനിലേക്ക് മാറി കഴിഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനല്ല,
നമ്മൾ പങ്കാളിത്ത പെൻഷനിലേക്ക് മാറി. 2013 ഇപ്പൊ ചില ഓരിയിടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങളുടെ ഈ വീട്ടിൽ പറ്റുന്ന കൂപ്പൺ കൊടുക്കാൻ നമ്മളാരും കൂപ്പൺ വാങ്ങിച്ചോ? നമ്മളാരും കൂപ്പൺ വാങ്ങിച്ചില്ലല്ലോ. ആ തരത്തിലല്ല ഇടപെടൽ നടത്തേണ്ടതെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട സംഘടന KSRTC എംപ്ലോയീസ് അസോസിയേഷനാണ്. നമ്മൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ശമ്പളം കൊടുക്കത്തക്ക വിധത്തിലൊക്കെ ഇടപെടലിലേക്ക് നമ്മൾ വന്നു. അവിടെ നിന്നാണ് നമ്മൾ ശമ്പളത്തിന് ആവശ്യമായ വിഷയം പറയുന്നത്. അല്ല, അതിനു മുമ്പ് തന്നെ ശമ്പളവുമായി ബന്ധപ്പെട്ട് കൃത്യമാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ഏറ്റെടുത്ത് വന്ന സംഘടനയാണ് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ. കൊടുക്കാൻ കഴിയുന്നില്ല. ഒരു കണക്ക് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് വരാം. നമ്മളിപ്പോ ചിലരൊക്കെ KSRTC പറയുന്നത് ഞങ്ങൾ 240 കോടിയും 250 കോടിയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടല്ലോ. എവിടെയാ പോകുന്നത്? ശമ്പളം തരാൻ കഴിയാത്തതുകൊണ്ടായിരുന്നു. ആ KSRTCയുടെ വരവ് ചെലവ് കണക്ക് ഞാൻ സൂചിപ്പിച്ചു പോകാം. ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞാൽ KSRTC മെയ് മാസം തുടങ്ങുമ്പോൾ അതിന്റെ തലേ മാസം ഉണ്ടായിരുന്ന ബാക്കി തുക 5.26 കോടി രൂപയാണ്. 5.26 കോടി രൂപ മിച്ചമുണ്ടായിരുന്നു. ഫെയർ കളക്ഷൻ, ടിക്കറ്റ് കളക്ഷൻ, KSRTCയുടെ ടിക്കറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് 182.53. അത് KSRTC മാത്രം വരവാണ് കേട്ടോ. ജനറലിന്റെ അല്ല, KSRTCന്റെ അല്ല. KSRTC എന്ന് പറയുന്നത് മാത്രം ഓടിക്കിട്ടുമ്പോൾ കിട്ടുന്ന വരുമാനം 182.53 കോടി രൂപ. ജനറലിന്റെ വരവുണ്ട്. ജനറൽ ഓടിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക ഹെഡിലാണ് നടക്കുന്നത് 6.06 കോടി രൂപ. KSRTC സ്വിഫ്റ്റ്, ഇത് ഭാവിയിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്, ഓർത്ത് വെച്ചുകൊള്ളുക. KSRTC സ്വിഫ്റ്റ് എന്ന് പറയുന്നത് 18.73 കോടി രൂപ. ബഡ്ജറ്റ് ടൂറിസം 1.92. ബഡ്ജറ്റ് ടൂറിസം വണ്ടി ഓടിക്കുന്ന വരുമാനമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫെയർ കളക്ഷൻ അഥവാ ടിക്കറ്റ് കളക്ഷനാണ് കൂട്ടിയിരിക്കുന്നത് 1.92. പമ്പ സർവീസിന്റെ ഭാഗമായി 48 ലക്ഷം രൂപയും ചേർത്ത് ആകെ 209.71 കോടി രൂപയാണ് നമ്മുടെ ടിക്കറ്റ് വരുമാനം. ടിക്കറ്റിന്റെ വരുമാനം താഴ്ത്തു വരുന്നത് ഞാൻ പറയാതിരിക്കില്ല. നമ്മുടെ ടിക്കറ്റ് വരുമാനം 209.71 കോടി രൂപ. അലവൻസുകൾ, അതായത് IB, CB, ഡ്യൂട്ടി സറണ്ടർ, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 7.08 കോടി രൂപയാണ്. നമ്മൾ ഓരോ ദിവസത്തെയും IBയും CBയും അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി സറണ്ടർ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചേർത്തത് 7.08 കോടി രൂപ ഒരു മാസത്തിൽ. നമ്മുടെ ടിക്കറ്റ് വരുമാനത്തിൽ 100 കോടി രൂപയുടെ തിരിച്ചടവ് ഒരു ദിവസം നമ്മൾ 92 ലക്ഷമാണ് അടച്ചുകൊണ്ടിരുന്നത്. നമ്മളെ കൺസെഷൻ ലോൺ ഡുബിക്കും പറഞ്ഞു ഒരു ദിവസം നമ്മുടെ ലോൺ തിരിച്ചടവ് 3 കോടിയായി. ആ 3 കോടിയിൽ നിന്നാണ് 92 ലക്ഷത്തിലേക്ക് കുറഞ്ഞത്. പ്രത്യേകിച്ച് മാജിക് ഒന്നുമല്ല, ദീർഘകാല വായ്പയാക്കി പലിശ കുറച്ചു, അത്രമാത്രം ചെയ്തു പറഞ്ഞത്. അത് ചെയ്തുകൊണ്ടാണ് അത് കൊണ്ടുവന്നത്. 92 ലക്ഷത്തിലേക്ക് മാറി. ഇപ്പൊ അത് 1 കോടിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. എന്തെന്നാൽ കോവിഡ് കാലഘട്ടമായപ്പോ അതിന്റെ പലിശ മാത്രമാണ് നമ്മൾ അടച്ചത്, മുതലടച്ചില്ല. ആ കോവിഡ് കാലഘട്ടത്തിൽ അടയ്ക്കാനുള്ള മുതലിന്റെ അളവ് കൂടെ ചേർത്ത് ഇപ്പൊ അത് 1 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു മാസമാകുമ്പോൾ 30 ദിവസമാണെങ്കിൽ 30 കോടിയും 31 ദിവസമാണെങ്കിൽ 31 കോടി നമ്മൾ അടയ്ക്കേണ്ടി വരും. 31.19 കോടി രൂപയാണ് ആ ഇല്ലാത്ത വിധത്തിൽ ക്ലിയർ ചെയ്ത് പോകുന്നത്. ഫാസ്ടാഗിന് വേണ്ടിയിട്ട് 2.8 ലക്ഷം രൂപ, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ചാർജ് 45 ലക്ഷം രൂപ. അങ്ങനെ പിന്നെ കൺസോർഷ്യം ലോണിന്റെ റീപേയ്മെന്റ്, കൺസോർഷ്യം ലോൺ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ പല ഘട്ടങ്ങളിലും പറഞ്ഞു പോയതാണ്. KSRTCയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ലോണുകൾ ഒറ്റത്തവണയായി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി എടുത്ത കൺസോർഷ്യം 3100 കോടി രൂപ. ആ 3100 കോടി രൂപയ്ക്കകത്ത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് KTDFCക്ക് കൊടുത്ത 450 കോടി രൂപ ഉണ്ടായിരുന്നത് തർക്കത്തിൽ നിൽക്കുകയാണ്. ആ തർക്കത്തിൽ നിന്നുകൊണ്ട് അതിലേക്ക് ഇത്തരം വാങ്ങിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ചെലവാണ് 20.63 കോടി രൂപ. പിന്നെ IOCക്ക് കൊടുക്കാനുള്ള തുക 40 ലക്ഷം രൂപ പഴയത് കൊടുക്കാനുള്ളത് കൊടുത്തത്. HPCL പഴയത് കൊടുക്കാനുള്ള 31 ലക്ഷം രൂപ കൊടുത്തത്. സ്പെയർസ് ആൻഡ് ടയേഴ്സ്, ഞാൻ പ്രധാനപ്പെട്ട ഫിഗറുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. സ്പെയർ ആൻഡ് ടയർ, സ്പെയർ പാർട്സിനും ടയറിനുമായി നമ്മൾ ഒരു മാസം 10.38 കോടി രൂപ ചെലവാക്കുന്നത്. 10.38 ലക്ഷം രൂപ. അതാണ് നമ്മുടെ വരുമാനത്തിന്റെ 5% നമ്മൾ അതിനുവേണ്ടി ചെലവാക്കുന്നത്. പിന്നെ ലൂബ്രിക്കൻസിനുണ്ട്, ഇൻഷുറൻസിനുണ്ട്. നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ LIC നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയിൽ നിന്ന് മാറി ഇപ്പൊ 5-ാം മാസം വരെ നമ്മൾ കൃത്യമാക്കിയിട്ടുണ്ട്. LIC നേരത്തെ നമുക്ക് വീടുകളിൽ നോട്ടീസ് വരുമായിരുന്നു 6 മാസം കുടിശ്ശികയായി, ഇനി നിങ്ങൾ മരണപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഇതെല്ലാം നിൽക്കാൻ പോവുകയാണ്, വലിയ പ്രയാസമാണെന്ന് LIC നോട്ടീസ് വരുമായിരുന്നു. ഇപ്പൊ അത് വരാത്തതിലേക്ക് കയറിയിട്ടുണ്ട്. 5-ാം മാസം വരെയുള്ള LIC അടച്ചിട്ടുണ്ട്. SLI GIS അത് 5-ാം മാസം വരെ കൃത്യമായി വാങ്ങുകയാണ്. ഏറ്റവും അടുത്ത് പ്രത്യേകതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം KSRTC ഫ്യൂവൽ എക്സ്പെൻസ്. ഈ ഫ്യൂവലിനകത്ത് വരുന്ന ഡീസൽ വരും, ഇലക്ട്രിക് വണ്ടികളുടെ കറണ്ടിന്റെ ചാർജ് വരും, CNG ബസ്സുകൾ 4 നമ്മൾ കൊടുക്കുന്ന CNGയുടെ
പൈസ വരുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ട് 107 കോടി രൂപയാണ് അതിനുവേണ്ടി ചേർത്ത്. ടിക്കറ്റ് വരുമാനത്തിന്റെ 51% തുക നമ്മൾ ഡീസൽ ഇന്ധനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. നമ്മുടെ വരുമാനത്തിന്റെ 51% തുക ഇന്ധനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന സ്ഥാപനം മാറിയിട്ടുണ്ട്. അതിന്റെ കാരണത്തെ കുറിച്ച് നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു. അതിലേക്കൊന്നും പോകുന്നില്ല, ഡീറ്റെയിൽസിലൂടെ പോകാൻ സമയമില്ല എന്നുള്ളതുകൊണ്ടാണ്. യാത്രാ ഫ്യൂൽസിന്റെ എക്സ്പെൻസ് 20.63 കോടി രൂപ ശതമാനം നമ്മൾ അടച്ചത്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റീപേയ്മെന്റ് 13, ഞാൻ ഇനി വരുമ്പോൾ പറയാം വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പറയാം. അതിന്റെ പലിശ ഇനത്തിൽ 45 ലക്ഷം രൂപ. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് ആകെ ചെലവ് എന്ന് പറയുന്നത് 222.75 കോടി രൂപയാണ്. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 209.71, ചെലവ് എന്ന് പറയുന്നത് 222.72. ഇനി നോൺ ഫെയർ റവന്യൂ പറയുന്നവ ടിക്കറ്റേതര വരുമാനം, ഫ്യൂൽ ഔട്ട്ലെറ്റ്, നമ്മുടെ യാത്രാ ഫ്യൂൽസ് പോലുള്ള ഇന്ധനങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വരവെന്ന് പറയുന്നത് 24.2 നേരത്തെ ഞാൻ അതിന്റെ ചെലവ് പറഞ്ഞു. 20.63 ചെലവ് പറഞ്ഞു. 24.26 നമുക്ക് വരുമാനമുണ്ട്. ഏകദേശം 3 കോടി ചില്ലറ ലക്ഷം രൂപ നമുക്ക് അതിൽ നിന്ന് വരുമാനമായി കിട്ടുന്നുണ്ട്. സ്ക്രാപ്പ് സെയില് 2.08, ബിൽഡിംഗിന്റെ റെന്റ് 3.47, അഡ്വർടൈസ്മെന്റ്, അതർ റെസിപ്റ്റ്സ് എല്ലാം കൂടെ ചേർത്ത് നോൺ ഫെയർ റവന്യൂ നമുക്ക് ആകെ കിട്ടുന്ന 31.53. എല്ലാം കൂടെ ചേർത്ത് ആകെ വരുമാനം KSRTCയുടെ ആകെ വരുമാനം എന്ന് പറയുന്നത് 247.95 കോടി രൂപ. ആകെ ചെലവ് എന്ന് പറയുന്നത് 222. എവിടെയെങ്കിലും ശമ്പളത്തെ കുറിച്ച് പറഞ്ഞു? നമ്മുടെ ശമ്പളത്തെ കുറിച്ച്, കിട്ടുന്ന ദിവസവും കിട്ടുന്ന അലവൻസുകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അതപ്പോൾ ശമ്പളത്തെ കുറിച്ച് പറഞ്ഞില്ല. ശമ്പളം KSRTC ഇപ്പൊ കണക്കാക്കുമ്പോൾ സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം 78.83 കോടി രൂപയും അസ്ഥിരം ജീവനക്കാരുടെ ശമ്പളം 9.15 കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. 78.83 കോടി രൂപയ്ക്കകത്ത് ഒരു പ്രയാസമുണ്ട്. ആ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ NBR കൂട്ടാതെ നെറ്റ് സാലറി മാത്രമാണ് ഈ പറഞ്ഞു പോകുന്നത്. അതായത് നമ്മൾ കൈകളിലേക്ക് വാങ്ങുന്ന തുകയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അവിടെ വലിയ പ്രയാസം നടക്കുന്നത് 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു അവസാനിപ്പിക്കും. വരാൻ പോകുന്ന റഫറണ്ടം എന്ന് പറയുന്നത് നേരത്തെ നമ്മുടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട റഫറണ്ടമാണ്. കഴിഞ്ഞ റഫറണ്ടത്തിൽ ചിലരെങ്കിലും ഒക്കെ തീരുമാനിച്ചത് KSRT എംപ്ലോയീസ് അസോസിയേഷന് ചെറിയൊരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. ചില തീരുമാനങ്ങൾ എടുത്തതുണ്ട്. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മളോട് വന്ന് പറഞ്ഞ രാജ്യത്തെ RTCകളെ മുഴുവൻ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് പറഞ്ഞവർക്കാണ്. രാജ്യത്തെ RTCകളെ മുഴുവൻ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. രാജ്യത്തെ RTCകളുടെ സ്ഥിതി നമ്മൾ അറിഞ്ഞു പോകണം. ഹരിയാന എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം പറഞ്ഞത് ഡൂയിങ് ബിസിനസ് ഇസ് നോട്ട് ദി ബിസിനസ് ഓഫ് ഗവൺമെന്റ് എന്നാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബിസിനസ് നടത്തുകയല്ല, കച്ചവടം നടത്തുകയല്ല. കച്ചവടം നടത്തുന്നത് പറഞ്ഞാൽ കച്ചവടം നടത്തണമെങ്കിൽ പൈസ അങ്ങോട്ടിട്ട് പൈസ എടുക്കും, അല്ലെ? കാശ് മുടക്കിയിട്ടുണ്ടെന്ന് കാശ് എടുക്കുന്നു. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കാശ് മുടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞവരാണ് BJP-ക്കാർ. തിരിച്ചറിയേണ്ടതുണ്ട് നയങ്ങളെ. ഈ സ്ഥാപനത്തിന് കേരളത്തിൽ നിലനിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് കൂടിയുണ്ട്. എന്തെന്നാൽ ഈ സ്ഥാപനം ഉപയോഗിക്കുന്നത് രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. അവർക്ക് ഉപയോഗം ഉണ്ടാകുന്ന വിധത്തിൽ ഇത് നിലനിൽക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്, നിലനിർത്തേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം സാഹചര്യം പൂർത്തിയാക്കണമെന്ന് മാത്രം സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്ന സാഹചര്യം അഭിവാദ്യം. പണി തുടങ്ങിക്കഴിഞ്ഞു, നടന്നുകൊണ്ടിരിക്കുകയാണ് പണികൾ. നമ്മൾ പലപ്പോഴും സ്പർശത്തിനകത്ത് പൈസ കണ്ടെത്താൻ പ്രയാസപ്പെടുമ്പോൾ മുണ്ട് ചലഞ്ച് നടത്തിയിട്ടുണ്ട്, സെറ്റ് സൈൻ ചലഞ്ച് നടത്തുന്നത്. അതിലേക്ക് ഫണ്ട്, അതിലേക്ക് പൈസ, അതിലേക്ക് വിഹിതം വരുന്ന നേരെ സ്പർശത്തിലുണ്ടാ പോകുന്നത്. ആ മുണ്ട് വിൽക്കാൻ വേണ്ടി നമ്മൾ കളിയാക്കിയവരുണ്ട്. മുണ്ട് വിൽക്കാൻ നടക്കുന്നു പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. നമ്മൾ ആ കളിയാക്കലൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള സാധാരണക്കാരായ തൊഴിലാളികളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ആ തരത്തിൽ സ്പർശ പദ്ധതികൾ നമ്മൾ കൊണ്ടുപോവുകയാണ്. അത് അടുത്ത പുതുക്കേണ്ട സമയമാണ്. ആ പുതുക്കാൻ എല്ലാ തൊഴിലാളികളും ദശാമണിയിൽ ഹരിയാന റോഡ്വേസ് എന്ന് പറയുന്ന ഹരിയാനയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അത് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. കഴിഞ്ഞ റഫറണ്ടത്തിൽ നമ്മളടുത്ത് വന്നവരും പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ആ ഹരിയാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ 362 റൂട്ട് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. 3658 പെർമിറ്റ് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ 3658 വണ്ടികൾ
സ്വകാര്യ മുതലാളിമാർ ഓടുന്നു. അവർ വാഹനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്നതാരാ? ഹരിയാന ഭരിക്കുന്നതാരാ? BJP ആണ്. മധ്യപ്രദേശ് 2005 അടച്ചുപൂട്ടിയത്. അന്ന് ഭരിക്കുന്നത് BJP ആണ്. മധ്യപ്രദേശ് 2005 അടച്ചുപൂട്ടി. RTCയിലെ തൊഴിലാളികൾ അടച്ചുപൂട്ടി. ഇതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആക്കാമെന്ന് പറഞ്ഞ് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന കേന്ദ്ര കാര്യത്തിൽ ശമ്പളം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് NPS ഞങ്ങൾ പിൻവലിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്ന് ഒപ്പിട്ട് വാങ്ങിച്ച് ഒക്കെ നമ്മളോട് വരും. റഫറൻഡം എടുക്കുമ്പോൾ നമ്മളോട് അതൊക്കെ പറഞ്ഞിട്ട് വരും. തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ സ്ഥാപനം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കണമെന്ന ചിന്തയുള്ള ധാരണയുള്ള ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണ്. കേന്ദ്രമന്ത്രി എന്താ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നമ്മുടെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോകണമെങ്കിൽ എന്താണ് അർത്ഥം? നമ്മുടെ രണ്ട് വിഷയം നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. KSRTCയിലെ ഒരു സംഘടനയിൽ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ നമ്മൾ അനുഭവിച്ചു. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. 30, 20, 50 ഒരുമിച്ച് തന്നുകൂടെ? ചോദ്യം ന്യായമാണ്. എന്തായാലും സർക്കാർ തരം തീരുമാനിച്ചു. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. നൂറ് പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. അത് ഒരു മാസം 30 കോടി രൂപയാണ്. ആ
30 കോടി രൂപയാണ് ആദ്യഘട്ടമായി നമുക്ക് തരുന്നത്. 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ഈ ഓവർ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ ഓവർ ഡ്രാഫ്റ്റിന് വ്യത്യാസമുണ്ട്. ആ ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ മെയ് മാസത്തിൽ എടുത്തത് 16 കോടി രൂപയാണ്. അതിന്റെ മുമ്പത്തെ 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ